റംസാൻ വ്രതകാലം പകുതിയോടടുക്കുമ്പോൾ പഴം വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഇനമായി തണ്ണിമത്തൻ മാറുന്നു. നോമ്പ് തുറന്നാലുടൻ ശരീരത്തിന് ആവശ്യമായ ജലാംശം പെട്ടെന്ന് തിരിച്ചു നൽകാൻ തണ്ണിമത്തന് കഴിയുമെന്നതാണ് ഇതിനെ പ്രിയങ്കരമാക്കുന്നത്. പകൽച്ചൂടിൽ നീണ്ടുനിൽക്കുന്ന ദാഹത്തിന് ശേഷം ആശ്വാസമേകാൻ പഴമായി കഴിക്കുന്നതിനപ്പുറം വൈവിധ്യമാർന്ന വിഭവങ്ങളും തണ്ണിമത്തൻ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ നോമ്പുതുറ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് തണ്ണിമത്തൻ. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് തണ്ണിമത്തൻ എത്തുന്നത്. നാടൻ വരയൻ തണ്ണിമത്തനൊപ്പം ഇപ്പോൾ കുരുവില്ലാത്ത ഇനങ്ങളും മഞ്ഞ തണ്ണിമത്തനും കിരൺ തണ്ണിമത്തനും വിപണിയിൽ സജീവമാണ്. റമദാൻ സീസണിൽ കഴിഞ്ഞ തവണ ഉണ്ടായ കച്ചവടം ഇത്തവണ ഉണ്ടായില്ലെന്ന് ചാവക്കാട് മേഖലയിൽ 40 വർഷത്തോളമായി തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്ന IK ഹൈദരലി പറയുന്നു. കൃഷി വളരെ കുറവാണ് ഇപ്രാവശ്യം, ചരക്ക് വളരെ വില കൂടുതലാണ്, അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ പുതിയ കച്ചവടക്കാർ വന്നതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ബിസിനസ് പഴയതുപോലെ നല്ല രീതിയിൽ മൂവായി പോകണില്ല. അതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാടിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് തമിഴ്നാട്, ആന്ധ്ര, കർണാടകയിൽ നിന്നൊക്കെ വന്നിരുന്നു ചരക്ക്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് കിരൺ എന്ന് പറഞ്ഞൊരു സാധനം അത് വളരെ കുറവ് വരുന്നുള്ളൂ, അത് ഭയങ്കര വലിയാണ്. അപ്പോൾ വിലയുടെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഈ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മഴ ഉണ്ടായതിൻ്റെ പേരിൽ കുറേ കൃഷി നശിച്ചു പോവുകയും പിന്നെ അവർ കൃഷി നശിച്ചു പോയപ്പോൾ തണ്ണിമത്തന് പകരം മറ്റു പല കൃഷികളിലേക്ക് നീങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തണ്ണിമത്തൻ കൃഷി കുറവായത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ കൃഷി കുറഞ്ഞതിനാൽ വില കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയിട്ടുണ്ട്. ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയുമുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രാദേശികമായി നിരവധി സ്ഥലങ്ങളിൽ തണ്ണിമത്തൻ കൃഷി വിജയകരമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. നാടൻ തണ്ണിമത്തന് വിപണിയിൽ വലിയ ഡിമാൻഡാണുള്ളത്. ചൂടുകൂടുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തണ്ണിമത്തൻ വിപണി ഇനിയും സജീവമാകുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്.